നമുക്കിന്നൊരു നെയ്പായസം തയ്യാറാക്കിയാലോ? പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ ഉണക്കലരി എടുത്തിട്ടുണ്ട്. അതൊന്ന് 3 തവണ കഴുകി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു രണ്ട് വിസിലാകുമ്പോൾ അരിയുടെ ഒരു 80% കുക്കായി കിട്ടുന്നതാണ്. ഇതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് ശർക്കരയാണ്. നമുക്കിനി ഇത് വെള്ളമൊഴിച്ച് പാനി കാച്ചി എടുക്കാം. നൂൽ പരുവം പോലെയൊന്നും വരണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് പാനി കാച്ചി എടുത്താൽ മതി. ഇനി നമുക്ക് പാനി തയ്യാറായതിനു ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ അരിയൊക്കെ 80% വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു 3/4% വെന്ത് വന്നേക്കുന്ന നമ്മുടെ ഉണക്കലരി ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഈ നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് ചുക്കുപൊടിയും അതുപോലെ തന്നെ ഏലക്ക ചതച്ചതുമാണ്. ഏലക്ക പൊടിച്ചതാണെങ്കിൽ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് കുറച്ചുകൂടെ കട്ടിയാവുന്ന ഒരു പരുവം വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയും കംപ്ലീറ്റ്ലി വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തീയുടെ ആ ഒരു ചൂടിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്പായസം റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഇത് തയ്യാറാക്കിയതിന് ശേഷം മാറ്റി വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.